കുടുംബജീവിതത്തിൽ തിരുത്തേണ്ടടുത്ത് തിരുത്തി, ക്രമീകരിക്കേണ്ടടുത്ത് ക്രമീകരിച്ച് പോകുവാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവത്തിൽ മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞിരിക്കാവൂ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. അനുഭവത്തിലൂടെ പോകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവനുമായി ബന്ധപ്പെട്ട് അവന്റെ ഹിതപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതം, അതേ അനേക ദൈവദാസന്മാരും ദൈവദൂതന്മാരുടെ സാന്നിധ്യത്തിൽ ആ വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ അതിൽ മൂന്നാമനായി ഇറങ്ങി വരുന്ന കർത്താവിന്റെ സാന്നിധ്യം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അങ്ങനെ ആരംഭിക്കുന്ന ജീവിതത്തെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. അതേ അമേരിക്കയിൽ നോക്കിയാൽ കുടുംബങ്ങൾ തകരുന്നു. ഓരോ ആധുനിക സംസ്കാരങ്ങൾ കുടുംബജീവിതത്തെ തകർക്കുന്നു. വസ്ത്രം മാറുന്നത് പോലെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ആധുനിക തലമുറ മാറ്റുമ്പോൾ അതേ ജീവിതം ഒരിക്കലേ ഉള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ, ഒന്നേ കാലില്ല. അതെ, നമ്മുടെ വീട്ടിലെ ക്ലോക്കിന് ഗ്യാരണ്ടി ഉണ്ട്. നമ്മുടെ ജീവിതത്തിന് എത്ര കാലമുണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. ഒരു ദിവസം ജീവിച്ചാലും ദൈവവചനപ്രകാരം ദൈവ സ്നേഹത്തിൽ ദൈവ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ശ്രേഷ്ഠം. ഒത്തിരി കാലം ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു എന്ന് പറയുന്നതിലല്ല, ഒരു ദിവസമേ ജീവിച്ചുള്ളൂ എങ്കിലും ഞങ്ങളുടെ സന്തോഷം ആനന്ദകരമായിരുന്നു. ഞങ്ങൾക്ക് തമ്മിൽ പിണങ്ങേണ്ടി വന്നു, അപ്പോൾ തന്നെ ഇണങ്ങുവാനും ഇടയായി. അനേക കുടുംബങ്ങൾ പിണങ്ങുന്നു, പിന്നെ ഇണങ്ങാറില്ല. എന്നാൽ ദൈവവചനപ്രകാരം ആരംഭിക്കുകയും ദൈവവചനപ്രകാരം തുടരുകയും ചെയ്യുന്ന ജീവിതം അതേ ഒരിക്കലും തകരത്തില്ല. കാരണം ഇതിന്റെ നായകനും ഇതിന്റെ നടത്തിപ്പുകാരനും ഈ വിവാഹമെന്ന വ്യവസ്ഥ ഭൂമിയിൽ കൊണ്ടുവന്ന മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്. മനുഷ്യമായ ഉപദേശങ്ങളും അതിൻ്റെതായ വാക്യങ്ങളും അതേ നമ്മോട് സംസാരിക്കും. ഈ വിവാഹ ശുശ്രൂഷയിൽ അതേ സംബന്ധിപ്പാൻ ഞങ്ങൾക്കും ഇടയായതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഈ വിവാഹ ജീവിതത്തെ ദൈവം ആശീർവദിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ ശാംബദറിനോടും പ്രിയ ശ്രീജയോടും കൂടി ഇരിക്കട്ടെ. അവരുടെ കുടുംബജീവിതം നിലനിൽക്കുന്നതും ശ്രേഷ്ഠമേറിയതും അനേക കുടുംബങ്ങൾക്ക് മാതൃകയുള്ളതുമായി തീരട്ടെ. ബ്രദർ ശ്യാമിനെ വ്യക്തിപരമായി അറിയാം, കണ്ട നാൾ ഇന്നു മുതൽ. അതെ, അധികം നാൾ പരിചയമില്ലെങ്കിലും കണ്ടപ്പോഴേ അറിയാം. അതെ, കുറച്ചു കാലമേ ആയുള്ളെങ്കിലും തൻ്റെ സ്വഭാവം, തൻ്റെ വ്യക്തിത്വം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, കഞ്ഞി വെന്തോ എന്ന് നോക്കാൻ എല്ലാ അരിയും എടുത്ത് നെക്കി നോക്കാറില്ല. ഒരു തവിയിലെടുത്ത് അമ്മച്ചി ഒരു തവിയിലെടുത്തിട്ട് അതെ ഒരു 1-2 അരി നെക്കി നോക്കുമ്പോഴറിയാം കഞ്ഞി വെന്തു. ഇതുപോലെ തന്റെ ജീവിതവുമായി അല്പമേ എനിക്ക് പരിചയമുള്ളെങ്കിലും തന്റെ വ്യക്തിത്വത്തെ ഞാൻ ബഹുമാനിക്കുന്നു. യേശുക്രിസ്തുമായി ദൃഢമായൊരു ബന്ധം തനിക്കുണ്ട്. തനിക്ക് ഒത്തിരി കാര്യങ്ങൾ, വിവാഹ കാര്യങ്ങൾ വന്നപ്പോൾ താൻ പറഞ്ഞൊരു പദമുണ്ട്, ദൈവഹിതം മാത്രം എനിക്ക് നടന്നാൽ മതി. അതേ, തീർച്ചയായും താൻ തെരഞ്ഞെടുത്ത അതേ ഈ വിവാഹ ജീവിതം, തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വിവാഹ ജീവിതം ദൈവത്താൽ സ്ഥാപിതമാകുന്നതാണെന്നും ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് അവരുടെ കുടുംബജീവിതത്തിന്റെ ആനന്ദം കണ്ട് സന്തോഷിപ്പാൻ ഇടയാകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കുടുംബജീവിതത്തിന്റെ മാധുര്യം നമ്മൾ അനുഭവിക്കണം. അതേ, നമ്മുടെ ദാമ്പത്യ ജീവിതം, നമ്മുടെ ഭൗതിക ജീവിതം പ്രശ്നങ്ങളില്ലെന്ന് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. എന്ന് സന്തോഷമല്ല. ഇന്ന് ഇവരിവിടെ ഇങ്ങനെ ഇരിക്കുന്നു എങ്കിലും നാളെ അവർക്ക് കരച്ചിലിന്റെ അവസ്ഥ കടന്നു വരും, രോഗങ്ങൾ കടന്നു വരും, വേദനകൾ കടന്നു വരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വരും. അവിടെ എല്ലാം യേശുവിന്റെ സാന്നിധ്യത്തിൽ അവരുടെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ അവരെടുത്ത തീരുമാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവർ യേശുവിനെ സ്വീകരിച്ചവരും യേശുവിന് വേണ്ടി ജീവിക്കുന്നവരുമാകയാൽ തീർച്ചയായും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അതെ അവരുടെ ജീവിതത്തിൽ സന്തോഷം പോരാതെ വരുന്ന അത് ഇരുണ്ട അവസ്ഥകളിൽ അവരെ സഹായിപ്പാൻ യേശു അവരോട് കൂടി ഇരിക്കട്ടെ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ശ്യാംകുമാറിന്റെയും ശ്രീജയുടെയും വിവാഹം ഇന്ന് പകൽക്കാലം ഇവിടെ വെച്ച് നടക്കുകയാണല്ലോ. ഇവിടെ വിവാഹത്തിന് സംബന്ധിക്കുന്ന എൻ്റെ ഹൃദയത്തിന് വളരെ സന്തോഷമാണ്. അത് ഞാനൊരു പദവിയായി കരുതുന്നു. ഇരു സാഹചര്യങ്ങളിലും ഇരു കുടുംബങ്ങളിലും വളർത്തപ്പെട്ട ഇവരെ ദൈവികത പ്രകാരം ഇന്ന് പകൽക്കാലം ഒന്നിച്ച് കൂടുവാനായിട്ട് ഒന്നിച്ച് ചേരുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമാണ് ഇവരെ ചേർക്കുന്നത് എന്നായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശാന്തമായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അനേക വചനങ്ങൾ നിറവേറിക്കഴിഞ്ഞു, ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്, ഇനി നിറവേറുവാൻ പോകുന്നു. ആകാശം ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിൽ ഒരിക്കലും മാറ്റമില്ല. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നത്. ദൈവത്തെ സ്തോത്രം. അനേക സമാധാനമില്ലാതെ ഈ ലോകത്തിൽ കൂടി വിരിഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ആ സകലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അസമാധാനത്തിലേക്ക് രീതിയിലേക്ക് കളിയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശുവിൽ കൂടി രക്ഷപ്രാപിച്ച ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ ഈ സമാധാനമുള്ളൂ. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നു വെച്ച് പോകുന്നു. ലോകം തരുന്ന പോലല്ല, ലോകം തരുവാൻ സമാധാനത്തിന് കഴിയില്ല.
യേശുവിൽ കൂടി മാത്രമേ സമാധാനം കൈവരിക്കുവാൻ ഇടയാകുകയുള്ളൂ. ഭവനത്തിൽ സമാധാനമുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. സന്തോഷമുള്ളത് എന്നാണ് ഈ ലോകത്തിലെ എന്തെല്ലാം ധനാഗമ മാർഗം ഉണ്ടായാലും വിദ്യാഭ്യാസം ഉണ്ടായാലും ഏതെല്ലാം സാഹചര്യം ഉണ്ടായാലും അവർക്ക് സമാധാനമോ സന്തോഷമോ ഉണ്ടാകില്ല. പ്രത്യുത യേശുവിൽ കൂടി രക്ഷ പ്രാപിച്ചവർക്ക് എന്നേക്കും സന്തോഷമാണ്. ദൈവത്തെ സ്തോത്രം. എന്നേക്കും എന്നാർക്കും സന്തോഷമാണ്. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതയും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകും. കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് അവർ ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് വിശ്വസിയോടുകൂടി ജീവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അനേക ഭവനങ്ങളിലെയും കുടുംബജീവിതം താറുമാറായിരിക്കുന്നു. എന്താണെന്നറിയാമോ? ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിനെ ഭാര്യയ്ക്ക് വിശ്വാസമില്ല. ആ നിലപാടിലുള്ള അവിശ്വാസം കൊണ്ട് ആ കുടുംബജീവിതം എന്താണ് താഴ്ചയായിരിക്കുക. അനേക ഭവനങ്ങളിലും എന്താണ് അവര് നല്ല കാറിലൊക്കെ സഞ്ചരിച്ചാലും അവിടെ അന്തർലീനമായി അല്ലെങ്കിൽ അവരുടെ ഭവനത്തിലെ വിഷയം ചോദിച്ചു നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയുമില്ല. എന്നാൽ യേശുവിനെ രക്ഷമായി സ്വീകരിച്ച് ദൈവകൽപ്പനുസരിച്ച് ജനിക്കുന്നവർക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. നമ്മുടെ മുമ്പേ കർത്താവ് ഓർപ്പിച്ചല്ലോ കാനാവിലെ കല്യാണത്തിലെ കാര്യം. അവിടെ വീഞ്ഞു പോരാതെ വന്നു. എന്നാൽ പോരാതെ വന്ന സാഹചര്യത്തിൽ ആരെയും പറയാതെ തന്നെ അവരുടെ വിവരം അറിയിക്കുന്നു യേശുവിനോട്. അവിടെ മറിയോട് പറഞ്ഞപ്പോൾ മറിയ പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ദൈവകൽപ്പനുസരിച്ച് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു ക്രിസ്തീവിധം ധന്യകരമായി തീരുവാനിടയാകുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഇവിടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നതിൽ ആയി തീരുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇവിടെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, എന്താണ് അബ്രഹാം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അഭിപ്രായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുന്നു. അവർ ഒന്നിച്ച് ഒരു കുടുംബത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ആദ്യത്തെ വിവാഹം നടത്തുന്നത് യഹോവയായ ദൈവമാണ്. ദൈവത്തെ സ്തോത്രം. ആ വിവാഹത്തോടുകൂടി ഒരു വിവാഹത്തോടുകൂടി വേദോത്സവം ആരംഭിക്കുകയും വേറൊരു വിവാഹത്തോടുകൂടി വെളിപ്പാട് ദിവസം വരുമ്പോൾ വിവാഹത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു. ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നു, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവരുടെ കാന്തയും തന്നെ ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവത്തിൽ കർമ്മങ്ങളോ ഒന്നുമില്ല, ഒരു മിന്നോ ഒരു യാതൊരു താലികെട്ടോ ഒന്നുമില്ല. ഉഭയസമ്മതത്താലാണ് ഇവർ ഭർത്താവും ഭാര്യയുമായി തീരുവാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭർത്താവും ഭാര്യയുമായി തീരുവാൻ പോകുന്നത് ഉഭയസമ്മതത്താലാണ്. ഉഭയസമ്മതത്തിന്റെ വൈഫ് ഓഫ് ദ കവനന്റ് എന്നാണ് എബ്രാഹിം പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് അറിയാമോ? വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹത്തിന്റെ കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. ഉഭയസമ്മതത്താൽ ഇവരെ ഞാനിപ്പോൾ ഉഭയസമ്മതം പറഞ്ഞു കൊടുക്കും. ആ ഉഭയസമ്മതത്താൽ മാത്രമേ ഇവർ ഭർത്താവും ഭാര്യയുമായി തീരുവാനിടയാകുകയുള്ളൂ. അങ്ങനെ നിന്റെ കുഞ്ഞുങ്ങളുടേതായ വിവാഹത്തോടനുബന്ധിച്ച് നിന്റേതായ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, പകൽക്കാലം നിന്റേതായ രക്തവെള്ളത്തിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയ ശ്രീജയ്ക്കായി പ്രാർത്ഥിക്കുന്നു, പ്രിയ ശ്യാമിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ സഹായിച്ചാട്ട് അനുഗ്രഹിച്ചാട്ട കർത്താവേ, പകൽക്കാലം നിന്റേതായ മകൻ ചെയ്യുന്നതായ ശുശ്രൂഷയിൽ ഹല്ലേലൂയ നിന്റെ സാന്നിധ്യത്താൽ അവരെ ഒന്നിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഏദൻ പ്രദേശത്തിൽ യഥാർത്ഥമായി നിന്റേതായ സാമീപ്യം അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ പകൽക്കാലം നിന്റേതായ സ്തോത്രം കുഞ്ഞുങ്ങളുടെ മേൽ നിന്റേതായ അനുഗ്രഹത്തെ നീ വർഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ദാസന്റേതായ ഹല്ലേലൂയ ബലഹീനമാവുന്ന കരം കൊണ്ട് ഹല്ലേലൂയ ഇവരെ യോജിപ്പിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവമേ നീ മൂന്നാമനായി ഇറങ്ങി വന്ന് ഇവിടെ അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു തമ്പുരാന്റെ പുണ്യനാമത്തിൽ തന്നെ. താലൂക്കിൽ കൂടൽ വില്ലേജിൽ കലഞ്ഞൂർ പഞ്ചായത്തിൽ താമസിക്കുന്നതും ഇന്ത്യാദേവ സഭയുടെ എലിക്കോട് സഭയിലെ വിശ്വാസിയുമായ ശ്രീഭവനിൽ ശ്രീ കലാധരൻ്റെയും നായരുടെയും ശ്രീമതി പത്മിനി കുഞ്ഞമ്മയുടെയും മകളായി 20 വയസ്സുള്ള ശ്രീജ എസ് നായരും ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ പുറക്കാട് വില്ലേജിൽ പൂക്കോട് പഞ്ചായത്തിൽ താമസിക്കുന്നു. ദൈവസഭയുടെ വടുതല സഭയിലെ വിശ്വാസിയായ വിനോദ് ഭവനിൽ പരേതനായ എം മൂത്തകൊച്ചിൻ്റെയും AK യശോദരുടെയും മകനായി 28 വയസ്സുള്ള എം ശ്യാംകുമാറും നമ്മുടെ വിശുദ്ധ വിവാഹം രഹിതമായാൽ ഇവിടെ വെച്ച് നടത്തുന്നു. അതിന് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ എതിരുണ്ടെങ്കിൽ ഇപ്പോൾ പറയേണ്ടതും അല്ലാത്ത പക്ഷം എന്നേക്കും മൗനമായിരിക്കേണ്ടതുമാകുന്നു. നിങ്ങളുടെ മൗനം സമ്മതം വിചാരിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് കടക്കും. രണ്ടുപേരും എഴുന്നേറ്റ് നിന്നാട്ട് ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പറയേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. സകല ഹൃദയങ്ങളെയും പരിശോധിക്കുന്ന ദൈവത്തിന് സന്നിധാനമാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു കാര്യം
ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ദൈവത്തെ സ്തോത്രം. വിശുദ്ധ വിവാഹത്തിലേക്ക് നടത്തുവാൻ പോകുന്ന ഈ വിവാഹം എല്ലാ വിധത്തിലും അനുഗ്രഹമായിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് വരെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ വിവാഹം എല്ലാ വിധത്തിലും അനുഗ്രഹമായിരിക്കുന്നു. പാനയുടെ ഈ വിവാഹം എല്ലാ വിധത്തിലും അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി ദൈവങ്ങളെ പ്രത്യേകം പ്രാർത്ഥനയോടുകൂടിയിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. വിശുദ്ധ വിവാഹത്തിലേക്ക് ഏർപ്പെടുവാൻ പോകുന്ന ഈ ശ്യാംകുമാറിനോട് ചോദിക്കുന്നു, ഇവിടെ നിന്റെ എല്ലാ അവസ്ഥയിലും എല്ലാ സാഹചര്യത്തിലും ഇവരോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ശ്രീജയോട് ചോദിക്കുന്നു, എൻ്റെ സമീപനിക്കുന്ന ശ്യാംകുമാറിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുമോ? ഇവിടെ ഏതെല്ലാം പ്രയാസങ്ങളും പ്രതികൂലത്തിലും കഷ്ടത്തിലും ഇവനെ സ്നേഹിച്ച് മാനിച്ച് ഇവനുമായിട്ട് മാത്രം ബന്ധമായി തീരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യാൻ ഇന്ന് മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യാൻ എന്നും കാലിയുള്ള ദൈവമേ മന്ത്രം കൊണ്ടലങ്കരിച്ചു ഉണ്ടാക്കി എന്ന പോലെ നേരം വന്നു അന്നുരസാവിനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു ഇന്നീ മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിയുള്ള ദൈവമേ. ശ്യാംകുമാറാകുന്ന ഞാൻ ശ്രീജനായരായിരുന്നു നിന്നെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചോളും. ഇന്നു മുതൽ മണം നമ്മെ വേർതിരിക്കും വരെ നിന്നെ സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് പോറ്റി പുലർത്തി സുഖത്തിലും ദുഃഖത്തിലും ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും നിന്നെ മാത്രം ചേർന്നിരിക്കുമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്തു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവായ ദൈവവും പുത്രനായ കർത്താവും സഭയും വിശിഷ്ട ദൂതന്മാരും സാക്ഷികളാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ശ്രീജിയോട് ചോദിക്കുന്നു, ശ്രീജിയാകുന്ന ഞാൻ ശ്യാംകുമാറാകുന്ന അങ്ങേ ഇന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. ഇന്നു മുതൽ മണം നമ്മെ വേർപെടുവിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും ഞാൻ അങ്ങയെ സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് അങ്ങയോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയോട് വാഗ്ദത്തം ചെയ്തു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് എൻ്റെ സാക്ഷ്യം പിതാവും പുത്രനും വിശിഷ്ട ദൂതന്മാരെയും സാക്ഷി നിർത്തി ഞാൻ അങ്ങയോട് ഉഭയസമ്മതം ചെയ്തു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വൽപൂരാമേ സാക്ഷി എന്മാനാമേ സ്വർഗോരാമേ കാരാരേനോ സാക്ഷി നൽകും എന്മാനാമേ സ്വർഗസ്ഥലി ദമ്പാതിയെ ആശീർവാദം ഏകിടട്ടെ സ്വർഗസ്ഥലി ദമ്പാതിയെ ആശീർവാദം ഏകിടട്ടെ. ഭാഗ്യവാൻ ദൈവം സംയോജിപ്പിച്ചതാ
പ്രാർത്ഥിക്കാം. ഏകദാസന്മാരെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടും, ദൈവത്തെ ഇത് സാഹചര്യങ്ങളിൽ വളർത്തപ്പെട്ട വാശിന്റെ കുഞ്ഞുങ്ങള് കാലം ഭർത്താവും ഭാര്യമായി തീരുവാൻ ഇടയായതുകൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കുടുംബം ഇത് അനുഗ്രഹിക്കപ്പെടുവാൻ യോജിപ്പിച്ച നിന്റെ കുഞ്ഞിനെ യോജിപ്പിക്കുമാർ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ജീവിതം നഗരങ്ങൾക്ക് മൂന്നാമനായി നിന്നെ നീ തന്നെ പ്രതികൂലങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ കടന്നു വരാവുന്ന സാഹചര്യങ്ങളിലെല്ലാം നിന്റെ മക്കളോടുകൂടി ഉണ്ടായിരിക്കുമാറാകണമേ, അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഇവിടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതായി തീരുവാൻ കർത്താവേ സഹായിക്കുമാറാകണമേ. കർത്താവേ പ്രാർത്ഥന കേട്ടിരിക്കുക, സ്തോത്രം. ഇവിടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുവാൻ പോകുന്നുണ്ട്, സ്തോത്രം. ഭാവി തലമുറ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആയി തീരുവാനിടയാക്കണമേ. മാനവ മഹത്വം എടുക്കുമ്പോൾ തന്നെ മഹത്വപ്പെടുത്തും യേശു നാമത്തിൽ തന്നെ. കർത്താവിൽ വിചിതമാമണ്ണം കീഴടങ്ങുവീൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കരുത്. പൊതുപത്രോസ് 3-ാം അധ്യായം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഇതാ കർത്താവിന്റെ സൃഷ്ടിമാരിൽ കണ്ടാൽ പ്രസാദമല്ലോ. അവനെ പരീക്ഷ ചോദിച്ചു. അതിലവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാ രണ്ടല്ല ഒരു ദേഹം അത്രേ. ആദ്യം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത് എന്ന് പറഞ്ഞു. ശ്യാംകുമാറാകുന്ന ഈ യുവാവും ശ്രീജയാകുന്ന ഈ സഹോദരിയും തമ്മിൽ ഇന്നു മുതൽ ഉഭയസമ്മതത്താൽ ഭർത്താവും ഭാര്യയുമായി തിരിഞ്ഞ വസ്തുത ലാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത് എന്ന് പറഞ്ഞു. ഇന്ന് വൽക്കാലം സ്വർഗ ദൈവം ഇടയാക്കിയ വലിയകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, പ്രിയ ഇരുവരെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ സാന്ത്വന ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ സഹോദരനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു ഭർത്താവിന് ആവശ്യമായിരിക്കും ദൈവത്തെ കർത്താവെ നീ അവൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരിക്കായ സ്തോത്രം. നിന്റെ മകളെ നീ അവൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരു ഭാര്യയ്ക്ക് ആവശ്യമായി ദൈവീയ നന്മ ചൊരിഞ്ഞ് നീ അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അവരെ ഇരുവരെയും കുടുംബജീവിതം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ നീ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നാവേ. ഞങ്ങളുടെ ആദിപിതാക്കന്മാരെ അനുഗ്രഹിച്ച കർത്താവ് ഇവരെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച കർത്താവെ കർത്താവ് മുന്നേറുവാൻ നീ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഇവരെ ഒരു അനുഗ്രഹപാത്രമായി തീരുവാൻ കർത്താവെ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവായി
കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം